നമ്മുടെ പാഠം. സോ ആദ്യത്തെ 2 പാഠത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജസിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏത് ചാർജസിലേക്ക് മാറി? മൂവിങ് ചാർജിലേക്ക് മാറി. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു? It is the movement of flow. It is a flow of electrons through a metal or a conductor. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. എന്താണ് കറന്റ്? ചാർജ് പെർ യൂണിറ്റ് ടൈം I is equal to Q by T. ബൈ ഡെഫിനിഷൻ അങ്ങനെയാണ്. ചാർജ് പെർ യൂണിറ്റ് ടൈം ആണെന്ത് കറണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നേ കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ എ കണ്ടക്ടർ എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഗിവൺ ടൈം കണ്ടക്ടർ ഇൻ ഗിവൺ ടൈം അല്ലേ? അല്ല ചാർജ് പെർ യൂണിറ്റ് ടൈം എന്നോ ഗിവൺ ടൈമില് അത് തന്നെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന ഗിവൺ ടൈം പറയണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതത്തുള്ളൂ. I is equal to Q by T. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിൽ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കറിയാം അവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാവരും റാൻഡം മോഷനിലായിരിക്കും. ആ റാൻഡം മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഇലക്ട്രോൺസിന്റെ എല്ലാത്തിന്റെയും വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും അർജുൻ? ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. എപ്പോഴും ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി, ഇലക്ട്രോൺസ് എല്ലാം മൂവിങ് ആണ്, അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രീ പാത്ത് ആണ്. ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ 2 സക്സസീവ് കൊളീഷൻ, 2 ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെ എന്തെന്ന് വിളിക്കും? റിലാക്സേഷൻ ടൈം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ടോർക്ക് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഉള്ളിലുള്ള ഇലക്ട്രോൺസിന് എല്ലാവർക്കും എങ്ങോട്ടേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകും? പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? വി സഫിക്സ് ആയിട്ട് ഡി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. എന്തായിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? അതൊരു ഡെറിവേഷൻ ആണ് കേട്ടോ. VD is equal to എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ഇ? ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ് സ്മോൾ ലെറ്റർ ഇ? ഇലക്ട്രോൺ പാർട്ടിക്കിൾസിന്റെ കാര്യം. എം മാസ് ആണ്. ടോർക്ക് എന്തായിരുന്നു? റിലാക്സേഷൻ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ? അതും ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ. അത് I is equal to AVD NE. AVD NE. ഓക്കെ. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്. എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അല്ല, എൻ എന്താ? സ്മോൾ ലെറ്റർ നമ്പർ ഡെൻസിറ്റി ആണ്. പിന്നെ നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? number of electrons number of electrons per unit volume. Number of electrons present in a unit volume. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എന്ന് വെച്ച് പറയുന്നത്. പിന്നെ VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ കാണിക്കുന്നതാണ്. ഓക്കെ. അത് നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. ഓംസ് ലോ എന്തായിരുന്നു? ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at a constant temperature the potential difference across the two ends of a conductor is directly proportional to the current flows through the conductor. അതായത് നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും?
അതിൽ പാസ് ചെയ്തു പോകുന്ന കറന്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ വി ഈസ് ഈക്വൽ ടു ആർ ഐ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് തരും. ആർ എന്ന് പറയുന്ന അവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ഇട്ടത്. ആർ എന്തായിരുന്നു? റെസിസ്റ്റൻസ് ആണ് അല്ലെ? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ഓംസ് ലോയിൽ ഇടുന്നത്. പക്ഷേ പല കാര്യത്തിലും, അതായത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, അലോയിസിന്റെ ഒക്കെ കേസിൽ എന്താണ് ഈ പറയുന്ന ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല. അതാണ് നമ്മുടെ ഓംസ് ലോയുടെ ലിമിറ്റേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്തോ ഓംസ് ലോ ആർ എത്രയാ? ആറിന്റെ വാല്യൂ പറയുന്നൊന്നുമില്ല, വാല്യൂ ആയിട്ടില്ല. പക്ഷെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു കോൺസ്റ്റന്റ് ആണോ ആറ് അല്ലേ? അതിനൊരു വാല്യൂ പറയുന്നൊന്നുമില്ല. പിന്നെ അതിന്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. അത് പലതിനും പല വാല്യൂസ് ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽ. പല മെറ്റീരിയലിനനുസരിച്ച് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വരുന്നത്, ഈ ആറിന് വരുന്ന വ്യത്യാസം എന്താണ്? ആദ്യം നമ്മൾ മെറ്റലിന്റെ കാര്യമാണ് പറഞ്ഞത്. മെറ്റലിനും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് ഒരു മെറ്റലില് temperature increases, resistivity and resistance increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും, അത് സെക്കൻഡ് കാര്യമായിരുന്നു അല്ലേ? മെറ്റീരിയൽ അനുസരിച്ചാണ് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, അങ്ങനെ 3 കാര്യങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടക്ടേഴ്സിലാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ആ ഒരു റേറ്റ് എവിടെ മുതലാണ്? 10⁻⁻6 to 10⁻⁻8 ആയിരിക്കും. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യമാണെങ്കിൽ എന്താണ്? 10⁻⁻12 to 10⁻⁴ ഓംമീറ്റർ ആയിരിക്കും. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ 10⁻8 to 10⁻14 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് അടുത്ത സെക്ഷൻ ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. അതായത് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറുമായിട്ട് എന്താണ് റിലേഷൻ. ആദ്യം നമ്മൾ മെറ്റലിന്റെ കാര്യമാണ് പറഞ്ഞത്. മെറ്റലിലും അലോയിലും ഒക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റെസിസ്റ്റിവിറ്റി കൂടും. എന്തായിരുന്നു അതിന്റെ റീസൺ? എന്തായിരുന്നു ഗൗതം അതിന്റെ റീസൺ? എന്തുകൊണ്ടാണ് മെറ്റലുകളിൽ അല്ലെങ്കിൽ അലോയികളിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടാൻ കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ മെറ്റലുകളിൽ അല്ലെങ്കിൽ അലോയികളിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് കൂടും? മോളിക്യൂൾസിന്റെ കൈനറ്റിക് ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി കൂടും. റീസൺ എന്താണ്? നമ്മളവിടെ ഒരു ഇക്വേഷൻ എടുത്തിട്ടാണ് പറയണത്. റോ ഈസ് ഈക്വൽ ടു m/n². ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യണത്. അതിൽ ആരൊക്കെയാണോ കോൺസ്റ്റന്റ്? m കോൺസ്റ്റന്റ് ആണ്. ഒരു മെറ്റീരിയലിന്റെ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ അവിടെ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഉള്ളത് എന്നും ടോർക്കും വരുന്നു. n അവിടെ കോൺസ്റ്റന്റ് ആണ്. എല്ലാ മെറ്റലിലും നമ്പർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ വ്യത്യാസം വരുന്ന ടോർക്കിനായിരുന്നു. ടോർക്ക് എന്ന് പറഞ്ഞാൽ കൊളീഷൻ എടുക്കുന്ന ടൈം അല്ലെ? റിലാക്സേഷൻ ടൈം ആണ് ടോർക്ക്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയണത്? ടോർക്ക് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അവർ സ്പീഡി കൊളൈഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം അവർക്ക് കുറവായിരിക്കും. റിലാക്സേഷൻ ടൈം കുറവാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. സോ അവിടെ എന്താണ് റീസൺ ഉള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഇക്വേഷൻ മുതൽ പഠിക്കണം. ലാസ്റ്റ് അത് എഴുതണം. സിൻസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഇൻക്രീസ്, സോ റിലാക്സേഷൻ ടൈം ഡിക്രീസ്. അത് എഴുതി എടുത്തിട്ടില്ലേ? When temperature of metal increases, the average speed of free electrons also increase. As a result, collision frequency increase. Thus the relaxation time decrease. എഴുതിയിട്ടില്ലേ? സെക്കൻഡ് എന്തായിരുന്നു? സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യമായിരുന്നു. സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് അർജുൻ? എന്നോട് നോട്ട് എഴുതാത്തെ? നോട്ടോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, എങ്ങനെയായിരുന്നു കിച്ചു സെമി കണ്ടക്ടേഴ്സില്? അത് എഴുതി എനിക്ക് അയച്ചിട്ടേക്കണം കേട്ടോ ഇന്ന്. Temperature increases, the resistivity and resistance decreases. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും കുറയുവാണ് ചെയ്യണത്. എന്തുകൊണ്ടാണ്? അത് രണ്ടായിട്ടല്ലേ എഴുതിയേക്കുന്നേ? അല്ല, ഒന്നായിട്ടൊന്ന് നോക്കട്ടെ.
In a semiconductor and insulators, the number of electrons are very few, so the relaxation time is insignificant. സോ നമ്മളിവിടെ നോക്കും, നമ്മൾ ഇവിടെയും പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അവിടെ എമ്മും ഇയും കോൺസ്റ്റന്റ് ആണ്, പിന്നെ മിച്ചം എന്നും ടോർക്കും ആണ്. പക്ഷേ നമ്മുടെ ഇൻസുലേറ്റേഴ്സിന്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതായത് അവിടെ ഇലക്ട്രോൺസ് തമ്മിൽ കൊളീഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലല്ലോ. സോ നമുക്ക് ടോർക്കിന്റെ കാര്യം ഇൻസിഗ്നിഫിക്കന്റ് ആണ്, അതിനെ എടുക്കണ്ട. പകരം എന്താണ് നമുക്ക് കിട്ടുന്നത്? റെസിസ്റ്റിവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n എന്നാണ്, 1/n. അപ്പൊ നമ്മൾ നമ്പർ ഡെൻസിറ്റി വെച്ചിട്ടാണ് പറയുക. എങ്ങനെയാണ് നമ്പർ ഡെൻസിറ്റി വെച്ച് പറയുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ഈ ഓരോ കണ്ടക്ടറിൽ ആറ്റംസ് ഉണ്ടല്ലേ, ആറ്റംസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് എക്സ്പാൻഡ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്പർ ഡെൻസിറ്റി കൂടും. നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് കുറയും? റെസിസ്റ്റിവിറ്റി കുറയും. സോ അതാണ് അവിടുത്തെ റീസൺ. എന്തോ നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. അല്ല, ഇത് സെമി കണ്ടക്ടർ അല്ലേ പറഞ്ഞേ? ആ, സെമി കണ്ടക്ടേഴ്സിന്റെ ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം. As temperature increases, bounded electrons in atoms get energy and escape out from shell. Thus, number density of free electrons increases and resistivity decrease. അങ്ങനെയല്ല റീസൺ എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചറിന്റെയും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആണ് പഠിച്ചത്. ആൽഫ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. സോ അവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ 2 പ്രോബ്ലം ചെയ്തു. എന്തോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫ. ആൽഫ, അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ അവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, വലിയ ഡെറിവേഷനുകളൊന്നുമില്ല. ഓക്കെ, നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി എന്താ അർജുൻ? The capacity to do work അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എബിലിറ്റി, കഴിവ്. സോ വർക്കും എനർജിയും ഒക്കെ സെയിം ആണെന്ന് വേണം നമുക്ക് പറയാം. The ability to do work, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എനർജി എന്ന് വിളിക്കുന്നത്. എന്താണ് എനർജി എന്നൊന്ന് എഴുതിക്കോ. എനർജി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അപ്പൊ പവർ എന്താണ്? പവർ എന്താണ് കിച്ചു? പവർ റേറ്റ് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് വർക്ക്. പവർ പോയോ? അയ്യോ, റേറ്റ് ഓഫ് വർക്ക്. റേറ്റ് ഓഫ് വർക്ക് അത് ഓണാക്കാൻ മറന്നു. റേറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. സോ പവറിന് താഴെ എഴുതുക റേറ്റ് ഓഫ് വർക്ക്. നമുക്ക് എങ്ങനെ എഴുതാം? W/T അല്ലെങ്കിൽ E/T എന്ന് പറഞ്ഞ എനർജി ആയിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്ന E എന്ന് പറയുന്നത് എനർജിയാണ്. W/T എന്നോ E/T എന്നോ ഒക്കെ നമുക്ക് പവറിനെ വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് കാണാം. സർക്യൂട്ട് കാണാൻ പാടില്ലേ? സർക്യൂട്ടില് ഇവിടെ ഒരു സെല്ലുണ്ട്, ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വലിയ എൻഡ് വരുന്നത് നീളമുള്ളത് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവ് ആണ്. ഒരു സെല്ല് വെച്ച് കണക്ട് ചെയ്യുമ്പം അല്ല ഒരു സ്വിച്ച് വെച്ച് നമ്മൾ അവിടെ കണക്ട് ചെയ്യുമ്പം എന്താണ് പ്രത്യേകത? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും ഇല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നത് അല്ലെ? കറണ്ടിന് ഫ്ലോ വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, എപ്പോഴും നമ്മളിവിടെ ഒരു 10 വോൾട്ട് ആണ് നമ്മളിവിടെ സെല്ല് വെച്ച് കണക്ട് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കാം. എപ്പോഴും പോസിറ്റീവ് എൻഡിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും?
പ്ലസ് 10 വോൾട്ട് ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ് എൻഡിലെ പ്ലസ് 10 വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് എൻഡിലാണെങ്കിൽ എപ്പോഴും 0 ആയിരിക്കും, 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഒരു നമ്മൾ സർക്യൂട്ടിനെ എപ്പോഴും കണക്ട് ചെയ്താലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഇത് രണ്ടും ഈക്വൽ ആയി മാറരുത്. അതായത് ഇവിടെ പ്ലസ് വോൾട്ട്, ഇവിടെ -10 വോൾട്ട് അങ്ങനെ വരരുത്. പകരം എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ പ്ലസ് വോൾട്ട്, +10 നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണോ അത്രയും വോൾട്ട്, ആൻഡ് ഈ എൻഡില് 0 വോൾട്ട് ആയിരിക്കും. അപ്പം ഈ ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കണത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യണത്, അല്ലെ കറണ്ട് ഫ്ലോ ചെയ്യണത്. ഓക്കെ, ഇപ്പോഴും ഈ നെഗറ്റീവ് ടെർമിനലിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ടെർമിനൽ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പൊ നമ്മൾ നെഗറ്റീവിന് പകരം എന്തായിരിക്കും പറയുന്നത്, ഗ്രൗണ്ട് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രൗണ്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ടെർമിനൽ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രൗണ്ട് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. വരച്ചൊന്നും എടുക്കണ്ട, കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വിട്ടാൽ മതി. അടുത്ത ഫിഗറിൽ വരയ്ക്കാനുണ്ട്, അടുത്ത് നമുക്ക് വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രൗണ്ട് ടെർമിനൽ? ഗ്രൗണ്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ടെർമിനൽ ആണ്. നെഗറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും ഗൗതം? 0 ആയിരിക്കും. നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും 0 ആയിരിക്കും പൊട്ടൻഷ്യൽ വരുന്നത്. അതെന്താണ് അവിടെ അങ്ങനെ പൊട്ടൻഷ്യൽ 0 വരാൻ കാരണം? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ആരെയാണ്, ഒരു റെസിസ്റ്റൻസിനെയാണ്. റെസിസ്റ്റൻസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് അർജുൻ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്? കറണ്ടിനെ, ആ അതെ അതെ അതെ, കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന വഴി എന്തിനെയോ പുറത്തേക്ക് കളയുന്നുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എഴുതി തന്നായിരുന്നു. റെസിസ്റ്റൻസ് എന്തിനാ ഉപയോഗിക്കുന്നത്, എന്തിനാ ഗൗതം റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല, കണ്ടുപിടുത്തങ്ങളെ. എന്താ കിച്ചു, എന്തിനാണ് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ, വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോപ്പ് വോൾട്ടേജ്, വോൾട്ടേജ് ഡ്രോപ്പിനാണ് നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യണേന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എഴുതി വെച്ചിട്ടില്ലായിരുന്നോ അവിടെ എവിടെയോ? റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽ എന്ന് പറയുന്ന പോർഷനില് വോൾട്ടേജ് ഡ്രോപ്പിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ 10 വോൾട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കുറെ വോൾട്ട് ഇതിലെ പുറത്തേക്ക് പോകും, കുറെ വോൾട്ടേജ് പുറത്തേക്ക് പോകും. അങ്ങനെ മിച്ചം അവസാനം ഇവിടെ വരുന്ന വോൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 വോൾട്ട് ആയിരിക്കും. നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന കണ്ടക്ടറിന് വരെ എന്തായിരിക്കും, ഒരു ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് കാണും. സോ ഇവിടെ ഒക്കെ എനർജി ഇങ്ങനെ, വോൾട്ടേജ് ഇങ്ങനെ പുറത്തേക്ക് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എപ്പോഴും പോസിറ്റീവ് വോൾട്ട് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണോ അവിടെ അത്രയും വാല്യൂ ആയിരിക്കും നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും 0 ആയിരിക്കും. അവിടുത്തെ റെസിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ 0 ആയിരിക്കും. സോ ഇവിടെ 0 ആകുമ്പോൾ വീണ്ടും ഡിഫറൻസ് വരും. അപ്പൊ വീണ്ടും ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഡിഫറൻസ് ആണ്. സോ അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ടെർമിനൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ സെല്ലിനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇങ്ങനെ ഒരു സെല്ല് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കറണ്ട് മൂവ് ചെയ്തത്. അല്ലെ, കറണ്ടിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് ചെയ്യണത് ആരാണ് അവിടെ, സെല്ലാണ്. സോ അവിടുത്തെ വർക്കാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ ബൈ ദ സെൽ ഓൺ ക്യൂ ചാർജ്. ഒരു സർക്യൂട്ടിൽ ക്യൂ ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യണത് സെല്ലായിരിക്കും. സോ വർക്ക് എത്രയാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ സർക്യൂട്ട് വരയ്ക്കുക. സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട്. ഇവിടെ എടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, വി ആണ് കേട്ടോ, വി പൊട്ടൻഷ്യൽ ആണ്. സെല്ലിന്റെ പോസിറ്റീവ് എൻഡിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, +V ആയിരിക്കും. നെഗറ്റീവ് എൻഡിൽ എത്രയായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ഇവരെ നമ്മൾ എന്താണ്, ഒരു റെസിസ്റ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ കറണ്ട് പോസിറ്റീവിന്ന് നേരെ നെഗറ്റീവിലേക്കാണ് കറണ്ട് പോകുന്നത്. കറണ്ട് I. ഇവിടെ എന്തോരം കറണ്ട് ഉണ്ടോ അവിടെ അത്രയും തന്നെ ഇവിടെ തിരിച്ചെത്തും കേട്ടോ. സോ ഫിഗർ വരച്ചാ
സോ ഹെഡിങ് ആയിട്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്. വർക്ക് ഡൺ. സോ ഫിഗർ വരച്ചെങ്കിൽ അതിന്റെ താഴെ എഴുതിക്കൊള്ളുക വർക്ക് ഡൺ ബൈ ദ സെൽ ഓൺ ക്യൂ ചാർജ്. ക്യൂ ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ദ സെൽ ഓൺ ക്യൂ ചാർജ്. സോ നമ്മൾ ഫസ്റ്റ് പാഠത്തിലേ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് ഓർക്കണുണ്ടോ? പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലിനുള്ള ഡിഫറൻസ് ഇൻറ്റു ക്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വർക്കാണ് ഒരു സർക്യൂട്ടിൽ. സോ നമുക്ക് എങ്ങനെ എഴുതാം? W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു VA മൈനസ് VB. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ V എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ഇൻറ്റു ക്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? വർക്കാണ്. VA എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊട്ടൻഷ്യലും VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യലും ആണ്. സോ നമ്മുടെ സർക്യൂട്ടിലേക്ക് നോക്കുക. എന്താ അർജുൻ ഇവിടുത്തെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ? VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് നമ്മുടെ സർക്യൂട്ടിൽ? വിയുടെ സ്ഥലത്ത് നമുക്ക് പ്ലസ് V എന്നിടാം. മൈനസ് ഇവിടുത്തെ ഫൈനൽ പൊട്ടൻഷ്യൽ എത്രയാണ് കിച്ചു? 0. സോ നമുക്ക് എങ്ങനെ വരും? W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു പ്ലസ് V മൈനസ് Q. പ്ലസ് V മൈനസ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? V മൈനസ് 0 പ്ലസ് V മൈനസ് 0 എത്രയാണ്? V. ഏത് വാല്യൂവിനെ 0 കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ആ വാല്യൂ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ എങ്ങനെ വന്നു? W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. ബോക്സിൽ ഇട്ട് വെച്ചോ കേട്ടോ. W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. ചേച്ചി, അപ്പൊ ഈ സെല്ലിൽ കൊടുക്കണ പൊട്ടൻഷ്യൽ V അത് ക്യാപിറ്റൽ V ആണോ? അതോ അല്ല, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇത് ഒന്നാണോ? അതോ അതിന്റെ സെയിം ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ സെയിം ആളാണ്. ക്യാപിറ്റൽ ലെറ്റർ V വെച്ച് ഡിനോട്ട് ചെയ്താൽ മതി. സോ നമുക്ക് വർക്ക് എങ്ങനെ കിട്ടിയത്? ഒരു സെല്ല് Q ചാർജിന് ചെയ്യുന്ന വർക്ക് എത്രയാണ്? W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. Q എന്താണ്? ചാർജ്. V എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. സോ എന്താണെന്നും കൂടി എഴുതിക്കോ. W വർക്ക്, Q ചാർജ്, V ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. സോ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസിന്ന് പുറത്തേക്ക് പോകുന്ന വോൾട്ടേജ് ആണ്. അവിടുന്ന് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം ഒരു റെസിസ്റ്റൻസ് വെച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് ഒക്കെ ആയിട്ട് എന്താണ് എനർജി പുറത്തേക്ക് പോകും അല്ലേ? സോ അവിടുത്തെ എനർജി, അതായത് ഒരു റെസിസ്റ്റൻസ് വഴി പുറത്തേക്ക് പോകുന്ന എനർജിയും നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്കും ഇവിടെ കൊടുക്കുന്ന എനർജിയും സെയിം ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. വർക്ക് ഡൺ ബൈ ദ സെൽ അത് നമ്മൾ കണ്ടുപിടിച്ചു. W ഈസ് ഈക്വൽ ടു QV. W ഈസ് ഈക്വൽ ടു QV എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡിസിപ്പേറ്റഡ് ബൈ ദ R. എനർജി ഡിസിപ്പേറ്റഡ് ബൈ ദ R എന്ന് എഴുതിക്കോ കേട്ടോ. വർക്ക് ഡൺ ബൈ ദ സെൽ ഈസ് ഈക്വൽ ടു എനർജി ഡിസിപ്പേറ്റഡ് ബൈ ദ R. ഡിസിപ്പേറ്റഡിന്റെ സ്പെല്ലിങ് DESSIPATED. DESSIPATED. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എനർജി, ഈ സെയിം എനർജി ആയിരിക്കും ഈ റെസിസ്റ്റൻസ് വഴി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് 0 വോൾട്ട് ആയിട്ട് ഇവിടെ തിരിച്ചെത്തുക. അതായത് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ 0 വോൾട്ട് ആവത്തുള്ളൂ. സോ നമ്മളിവിടെ നെഗറ്റീവ് ടെർമിനലിൽ 0 വോൾട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളിവിടെ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള വോൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, കറണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ ഒരു പോർഷൻ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ 0 വോൾട്ട് ആവുന്ന കാര്യമാണ്. സോ ഇവിടെ കൊടുക്കുന്ന വർക്ക് മൊത്തം എവിടെ എനർജി ആയിട്ട് പുറത്തേക്ക് പോകും? ഈ റെസിസ്റ്റൻസ് വഴി പുറത്തേക്ക് പോയാലേ ഇവിടെ 0 കിട്ടത്തുള്ളൂ. ഓക്കെ, സോ വർക്ക് ഡൺ ബൈ ദ സെൽ എന്ന് പറയുന്നത്, സെല്ല് ചെയ്യുന്ന വർക്ക് അല്ലെ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് പോകും?
റെസിസ്റ്റൻസ് വഴി എനർജി ആയിട്ട് പുറത്തേക്ക് പൊക്കോളും. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജിയുടെ കാര്യം പിടികിട്ടിയല്ലോ. ഇലക്ട്രിക്കൽ എനർജി W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. അടുത്തയാളാണ് പവർ. പവറിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ കുറെ പഠിച്ചിട്ടുണ്ടാവും. പവറിന് 3 ഇക്വേഷൻ ഉണ്ട്. പവറിന്റെ ഇക്വേഷന്റെ കൂടെ T ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ കിട്ടും. 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പവർ ഈസ് ഈക്വൽ ടു W/T. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, റേറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണത്? പവർ എന്ന് വിളിക്കണത്. സോ പവർ എന്നൊരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക പവർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ W/T. പവർ ഈസ് ഈക്വൽ ടു W/T. W അതായത് വർക്ക് ഡൺ. ഒരു സെല്ല് ചെയ്യുന്ന വർക്ക് എത്രയാണെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച അർജുൻ? സോ നമുക്ക് ഡബ്ല്യുന്റെ സ്ഥലത്ത് എന്തിട്ട് കൊടുക്കാം? QV എന്നിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? പവർ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ഡിവൈഡഡ് ബൈ T. പവർ ഈസ് ഈക്വൽ ടു WT ആയിരുന്നു. ഡബ്ല്യൂയുടെ സ്ഥലത്ത് നമ്മൾ QV ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? P ഈസ് ഈക്വൽ ടു QV ഡിവൈഡഡ് ബൈ T. സോ അതൊരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കും. ഇപ്പൊ പവർ നമ്മളോട് ഇപ്പം ചാർജും പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ടൈമും വെച്ചിട്ട് തന്നേക്കും നമുക്ക് ഹിന്റ് ആയിട്ട്. അപ്പൊ നമ്മളോട് പറയാം പവർ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാം. അതെങ്ങനെയാണ്? നമുക്കറിയാം Q/T. Q/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ചാർജ് പെർ യൂണിറ്റ് ടൈം. എന്തായിരുന്നു ചാർജ് പെർ യൂണിറ്റ് ടൈം? എന്തായിരുന്നു കിച്ചു ചാർജ് പെർ യൂണിറ്റ് ടൈം? കറന്റ്. സോ Q/T എന്ന് പറയുന്ന ടൈമിനെ നമുക്ക് എന്താക്കാം? കറന്റ് ആക്കാം. കറന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ് ഗൗതം? I. കറന്റ് I ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? Q/T I ആയി പോയി കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. ഇത് പവറിന്റെ വേറൊരു ഇക്വേഷൻ ആണ്. പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? ഈ റെസിസ്റ്റർ വഴി എന്തോരം പവർ പുറത്തേക്ക് പോയി, അതിനൊരു ഇക്വേഷൻ, അതായത് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ നോക്കിക്കേ, നമ്മുടെ ഇത് 2 ഇക്വേഷൻ, അതായത് പവറിന് നമുക്ക് 2 ഇക്വേഷൻ നിലവിൽ കിട്ടി. പവർ ഈസ് ഈക്വൽ ടു QV/T, അതുപോലെ തന്നെ പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. കിട്ടിയില്ലേ? പവർ ഈസ് ഈക്വൽ ടു QV/T, അതുപോലെ തന്നെ പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. ഇവരെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. QT is equal to I, power is equal to V into I. വേണ്ട, ഇക്വേറ്റ് ചെയ്യണ്ട. നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. വിക്ക് നമ്മൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓംസ് ലോ വെച്ചിട്ട്. ഓംസ് ലോ വെച്ചിട്ട് വിയുടെ ഇക്വേഷൻ എന്താ? V is equal to IR. സോ ഈ പവറിന്റെ ഇവിടുത്തെ വിയുടെ അവിടെ നമ്മൾ എന്തിടും? IR നിടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും അർജുൻ? വിക്ക് IR എന്ന് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 വരും. I ഇൻറ്റു R എന്ന് വരും. I സ്ക്വയർ R. അതാണ് പവറിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ. പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ R. പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ R സിൻസ് V ഈസ് ഈക്വൽ ടു IR. Since V is equal to IR. ഇനി നമുക്ക് പവറിനോട് ഇക്വേഷനും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതെവിടെ നിന്നാണ്? ഈ V is equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് തന്നെയാണ്. അവിടെ നമ്മൾ ഐക്കാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. സോ V is equal to IR എന്ന് പറയുന്ന ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് ഐയുടെ ഇക്വേഷൻ ആക്കുവാണെങ്കിൽ എങ്ങനെ കിട്ടും ഗൗതം? I is equal to V is equal to IR എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. I is equal to നാക്കുക. I is equal to എന്ന് പറയുമ്പോൾ എന്താകും? R നേരെ താഴത്തേക്ക് വരും. I is equal to V by R. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പവറിന്റെ ഇക്വേഷനിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് നമ്മുടെ ഈ VI എന്ന് പറയുന്ന ഇക്വേഷനിലാണ് കേട്ടോ ഇടുന്നത്. സോ എങ്ങനെ വരും? ഐയുടെ സ്ഥാനത്ത് V by R എന്ന് വരും. അപ്പൊ എങ്ങനെ കിട്ടും കിച്ചു പവറിന്റെ നാലാമത്തെ ഇക്വേഷൻ? P is equal to V square by R.
യെസ്, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അങ്ങനെ 4 ഇക്വേഷൻ ആണ് നമ്മുടെ പവറിനുള്ളത്. ഓക്കെ, പവറിന്റെ 4 ഇക്വേഷൻ ഏതൊക്കെയാണ്? 5 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. പവറിന് 5 ഇക്വേഷൻ ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ഡബ്ല്യുവിനെ നമ്മൾ ക്യൂ വി എന്നിട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ വി ബൈ ടി. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഐ കറണ്ട് ആണെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ പവറിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇനി നമ്മൾ എന്താണ് ചെയ്യണത്? വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്. ഓംസ് ലോ പ്രകാരം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. സോ വിയുടെ സ്ഥലത്ത് നമ്മൾ ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓംസ് ലോ തന്നെ വെച്ചിട്ട് ഓംസ് ലോനെ റീഅറേഞ്ച് ചെയ്ത് ഐയുടെ ടേമിലേക്ക് മാറ്റുന്നു. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അത് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അങ്ങനെ 5 ഇക്വേഷൻ ആണ് നമ്മുടെ ആർക്കുള്ളത്, പവറിനുള്ളത്. 5 ഇക്വേഷനും എഴുതിയെടുത്തോ? എടുത്തോ അർജുൻ? അടുത്ത നമുക്ക് എനർജിയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസിപ്പേറ്റഡ് എനർജി ബൈ റെസിസ്റ്റർ എന്നൊരു കുഞ്ഞ് ഹെഡിങ് കൊടുക്കുക, ഡിസിപ്പേറ്റഡ് എനർജി ബൈ റെസിസ്റ്റർ. സോ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ആണ്. പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം അല്ലെ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്കും എനർജിയും ഒക്കെ സെയിം ആണ്. സോ നമുക്ക് പവറിനെ എന്തെന്ന് പറയാം? എനർജി ബൈ ടൈം എന്ന് പറയാം. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത എനർജി എന്താന്ന് കിട്ടും? ഗൗതം? എനർജി ഈസ് ഈക്വൽ ടു സ്ക്വയർ ഇല്ല, നമ്മുടെ ഈ ഇക്വേഷൻ ഏതാ? പവർ ഈസ് ഈക്വൽ ടു ഇ ബൈ ടി. പവർ ഈസ് ഈക്വൽ ടു ഇ ബൈ ടി, എനർജി ബൈ ടൈം. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എനർജി ഈസ് ഈക്വൽ ടു നാക്കുക. അപ്പൊ എങ്ങനെ കിട്ടും? ടി നേരെ പൊക്കത്ത് പോകും അല്ലെ? അപ്പൊ എങ്ങനെ വരും? എനർജി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. പി ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ ഇൻറ്റു ടൈം. സോ സെക്കൻഡ് ആയിട്ട് എഴുതുക, എനർജി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. പവറിന്റെ ഇക്വേഷന്റെ കൂടെ ടൈം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. എനർജി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. സോ ഓൾറെഡി നമ്മൾ 3 ഇക്വേഷൻ പവറിന് 5 ഇക്വേഷൻ പറഞ്ഞു. അതിൽ 3 എണ്ണാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയണത്. ബാക്കിയൊക്കെ ടി ഉള്ളത് കൊണ്ട് ടി ക്യാൻസൽ ആയി പൊക്കോളും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇതാണ്, ഡബ്ല്യു ബൈ ടി ആയിരുന്നു പവർ. ഇതിന് എനർജി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ടിയും ക്യാൻസൽ ആയി പോകും. ഈ ഇക്വേഷനിലും അതെ. പിന്നെ നമ്മൾ പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുവാണ്. പവർ എന്ന് പറയുന്ന പവർ വി ഐ ആയി കഴിയുമ്പോൾ ഇൻറ്റു ടി കിട്ടുമ്പോൾ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എനർജി ഈസ് ഈക്വൽ ടു വി ഐ ടി. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ഏതായിരുന്നു? ഐ സ്ക്വയർ ആർ. അപ്പം എനർജി എങ്ങനെ വരും? എനർജി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എനർജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ ഇൻറ്റു ടി. ഇങ്ങനെ 3 ഇക്വേഷൻ, ഇങ്ങനെ 4 ഇക്വേഷൻ ആണ് ആർക്കുള്ളത്? എനർജിക്കുള്ളത്. സോ ഈ 4 ഇക്വേഷൻ എഴുതിയെടുക്കുക. പവറിന്റെ ഇക്വേഷന്റെ കൂടെ ടി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. സോ ഇ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ജൂൾസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചതാണ് കേട്ടോ. ജൂൾസ് ലോ വഴിയാണ് നമുക്ക് ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത്. സോ അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 4 ഇക്വേഷൻ എഴുതണം. എനർജി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. എനർജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ ഇൻറ്റു ടി. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇ ഈസ് ഈക്വൽ ടു വി ഐ ടി. എഴുതിയോ വിച്ചു? അർജുൻ എഴുതിയോ? ഗൗത എഴുതിയോ? എന്തോ? ഓക്കെ.
അടുത്താണ് പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ എന്താണ്? ഹെഡിങ് എഴുതുക, പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. യെസ്, എന്താണ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ? എന്താണ് അർജുൻ പവർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ചാർജിന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ലോസ് ആവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റില്. അത് തന്നെയാണ്. അതായത് നമ്മളിപ്പം നമുക്കറിയാം സ്റ്റേഷനുകളിൽ നിന്ന്, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അങ്ങനത്തെ എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്റ്റേഷനുകളിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്കും സബ് സ്റ്റേഷനുകളിലേക്കൊക്കെ കറണ്ട് കൊടുക്കുവാണ്. അതായത് വയർ യൂസ് ചെയ്ത് അതിൽ കൂടി പാസ് ചെയ്ത് വിടുവാണ് അല്ലേ? അതുപോലെ തന്നെ സബ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പൊട്ടൻഷ്യൽ മതി. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒക്കെ ഉപയോഗിച്ച് വോൾട്ടേജ് ഒക്കെ കുറച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വിടുന്നത് അല്ലേ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ പവർ ലോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പവർ ഒക്കെ എന്തായിട്ട് പുറത്തേക്ക് പോകും? ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് പൊക്കോണ്ടിരിക്കും. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസിപ്പേറ്റഡ് പവറിനെ PC എന്നാണ് വിളിക്കുന്നത്. അതായത് പുറത്തേക്ക് പോകുന്ന പവർ, അതായത് ചുമ്മാതെ പോകുന്ന എനർജിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? PC എന്ന് വിളിക്കും. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ I²R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, PC is equal to അല്ലെ P is equal to I²R. ഐക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുവാണ്? P/V. അതായത് P is equal to VI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഐയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കും. I is equal to എങ്ങനെ വരും? V നേരെ താഴെ പോകും. I is equal to P/V. സോ ഐയുടെ സ്ഥലത്ത് നമ്മൾ P/V എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? PC is equal to P/V the whole square R. ഇത്രയും ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മളൊരു വീടുണ്ടെന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് വരുന്ന പവർ സെയിം ആയിരിക്കും, അവിടുത്തെ റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഈ ഒരു ഇക്വേഷനിൽ പവറും റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. പിന്നെ വേരി ചെയ്യുന്ന ആരേ ഉള്ളൂ? ആരായിരിക്കും വേരി ചെയ്യുന്നത്? വോൾട്ടേജ് ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. വോൾട്ടേജ് വേരി ചെയ്യുന്ന എങ്ങനെയാണ്? പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. സോ പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. അതായത് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇത് നമുക്ക് കിട്ടുന്ന പവർ ആണ് കേട്ടോ. PC എന്ന് പറഞ്ഞാൽ ലോസ് ആവുന്ന പവർ. ഈ വെറും P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കിട്ടുന്ന പവർ, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആൻഡ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള റെസിസ്റ്റൻസ്, അതും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. സോ Pയും Rഉം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ വേരി ചെയ്യുന്ന ആരാണ്? V ആണ്. സോ നമുക്ക് എങ്ങനെ പറയാം? P is proportional to 1/V. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ കൂട്ടിയാൽ മതി, വോൾട്ടേജ് കൂട്ടിയാൽ മതി. ഓക്കെ, സോ ഈ ഹെഡിങ് എഴുതുക. ഈ ഒരു ഇക്വേഷൻ PC is equal to I²R. അതുപോലെ തന്നെ PC is equal to P/V square R since I is equal to PV and PC is proportional to 1/V. ഇവിടെ വരെ എഴുതുക. PC is proportional to 1/V. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്പേറ്റഡ് പവർ ഓഫ് കേബിൾ. അതായത് കേബിളിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന പവറിന്റെ അളവിനെയാണ് പറയുന്നത് PC വെച്ചിട്ട്. ഡിസിപ്പേറ്റഡ് പവർ എന്ന് എഴുതിയാൽ മതി. എഴുതിയോ അത്രയും? ഇല്ല. എഴുതിയോ? അതിന്റെ താഴെ എഴുതിക്കോളുക. The distant power station comma draws very long transmission cable
draws, DRAWS, draws very long transmission cable, very long transmission cable, comma, which produce high value of cable resistance, which produce high value of cable resistance, high value of cable resistance, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ RC, സി സഫിക്സ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. RC, കേബിൾ റെസിസ്റ്റൻസ് RC, ഫുൾ സ്റ്റോപ്പ്. To reduce the power dissipation, from cable, comma, we increase transmission voltage. എഴുതിയോ ഗൗതം? ഒന്ന് വായിച്ച് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് പവർ ലോസ് തടയാൻ പറ്റുന്നത്? ഒച്ച വായിച്ചു. The distant power stations draws a very long transmission cable which produce high value of cable resistance RC to reduce the power dissipation. From cable we increase transmission voltage. Yes. അപ്പൊ നമുക്ക് എന്താണ്, പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂട്ടിയാൽ മതി. ഇവിടം വരെ ക്ലിയർ ആണോ? ഇവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. കൂടുതലും പ്രോബ്ലം ആയിട്ടായിരിക്കും ചോദിക്കുക. പിന്നെ അല്ലാണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മറ്റേ ട്രാൻസ്മിഷന്റെ കാര്യം തന്നെയാണ്. പവർ ലോസ് തടയാൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇത്രയും വരെ ഓക്കെ അല്ലേ അർജുൻ? ഇത്രയും വരെ ക്ലിയർ ആണോ കിച്ചു? അങ്ങനെയാണ് നമുക്ക് അടുത്ത പഠിക്കാം. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. സോ നമുക്കറിയാം റെസിസ്റ്റേഴ്സ് ആയാലും നമുക്ക് സീരീസിലും പാരലലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. സോ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് സീരീസ് കണക്ഷൻ. ഒരു സാധനത്തെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അവിടെ ആരായിരിക്കും കോൺസ്റ്റന്റ്? ആരാണ് കോൺസ്റ്റന്റ്? എന്ത് കിച്ചു? സീരീസ് കണക്ഷനിൽ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക? വോൾട്ടേജ് ആണോ? അല്ല, വോൾട്ടേജ് കറണ്ട് ആയിരിക്കും കോൺസ്റ്റന്റ്. അതായത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ V വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, കറണ്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തുന്ന കറണ്ടും ഇതിലെ പാസ് ചെയ്ത് ഈ എൻഡിൽ എത്തുന്ന കറണ്ട് അതെന്ത് തന്നെ ആയിരിക്കും? I ആയിരിക്കും. സ്പ്ലിറ്റിംഗ് ഒന്നും സംഭവിക്കുന്നില്ല കറണ്ടിൽ. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ഈ റെസിസ്റ്ററിൽ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ സീരീസ് കണക്ഷൻ എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക. നമ്മളിവിടെ ഒരു സെല്ല് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. V വോൾട്ടിനാണ് കണക്ട് ചെയ്തേക്കുന്നത്. വോൾട്ടില് സെല്ലിലെ പോസിറ്റീവ് ടെർമിനലില് +V ആയിരിക്കും വോൾട്ടേജ്. അല്ലെങ്കിൽ പിന്നെന്താണ്, നെഗറ്റീവ് ടെർമിനൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റർ ആണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്താണ് എഴുതേണ്ടത്? ഇൻ സീരീസ് കണക്ഷൻ I ഈസ് കോൺസ്റ്റന്റ്. അതായത് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് അല്ല I ഈസ് ഈക്വൽ ടു I1 ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു I3. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ പോകുന്നത്. ഐയുടെ ഒരു സീരീസ് കണക്ഷനിൽ വാല്യൂ ഓഫ് കറന്റ് ഈസ് സെയിം ഓർ കോൺസ്റ്റന്റ്. അടുത്ത നമ്മൾ വോൾട്ടേജിന്റെ കാര്യം പറയുവാണ്. നമ്മൾ പറഞ്ഞായിരുന്നു വോൾട്ടേജ് എന്ന് പറയുമ്പം എന്താണ്, ഇവിടെ എത്തുന്ന വോൾട്ടേജ് V ആയിരിക്കും. സോ ഇവിടെ ഉണ്ടായിരുന്ന +V ഇവിടെ വരെ V ആയിട്ട് തന്നെ വരും. പിന്നെയല്ലേ റെസിസ്റ്റൻസിൽ കയറുന്ന. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം ആ വോൾട്ടേജിന്റെ വാല്യൂ 0 ആകും.
എങ്കിലല്ലേ ഈ ടെർമിനൽ 0 കിട്ടത്തുള്ളൂ. സോ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വി ആയിരിക്കും. വി മൈനസ് 0 ഈസ് ഈക്വൽ ടു വി. സോ നമ്മുടെ ഈ ഒരു കറണ്ട് ഇവിടെ പോകും, ഇതിലേക്ക് കയറുമ്പം എന്ത് സംഭവിക്കും? കുറച്ച് വോൾട്ടേജ് പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് മിച്ചമുള്ള വോൾട്ട് ആയിരിക്കും ഇവിടെ കയറുന്നത്, അത് പുറത്തേക്ക് പോകും. അങ്ങനെ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും 0 ആയിട്ടായിരിക്കും തിരിച്ച് വരുന്നത്. ഓക്കെ, അതായത് അവിടുത്തെ ഓരോ റെസിസ്റ്ററിലെയും വോൾട്ടേജിന്റെ അളവിന് എന്താണ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. സോ അവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അല്ലെ വി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഇവിടെ വരുന്ന കറണ്ട് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ്, അതായിരിക്കും ഇവിടെ പുറത്തേക്ക് പോകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. R2വിലാകുമ്പോൾ എന്താണ്? കറണ്ട് ഇൻറ്റു R2ന്റെ വാല്യൂ. R2വിനനുസരിച്ചായിരിക്കും ഇവിടെ എന്താണ് വോൾട്ടേജ് പുറത്തേക്ക് പോകുന്നത്, വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത്. ഇവിടെ അതെ R3 ഇവിടെ എങ്ങനെ വരും? I ഇൻറ്റു R3. ഓക്കെ, സോ ഇവിടുത്തെ V എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടോട്ടൽ V എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ആൻഡ് V എന്താന്ന് നമുക്കറിയാം. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. I കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് I എന്ന് മാത്രം ഇട്ടാൽ മതി. പക്ഷെ R എന്തിട്ട് കൊടുക്കണം? R1 R2 R3 എന്നാക്കണം. സോ നമുക്ക് എങ്ങനെ വരും? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3. ഇവിടെ നമുക്ക് വിനെ എന്തെന്ന് എഴുതാം? I ഇൻറ്റു R എന്ന് എഴുതാം. സോ ഇവിടെ നമ്മൾ കോമൺ എടുക്കുമ്പം I പുറത്ത് വരും, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് വരും. ഇവിടെ ഒരു എന്താണ് IR ഉണ്ട്. ഇവിടുത്തെ ഐയും LHSലെ ഐയും RHSലെ ഐയും കൂടി ക്യാൻസൽ ആയിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? R ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ R ഇക്വിവാലന്റ് എന്ന് നമുക്ക് വിളിക്കാം. R ഇക്വിവാലന്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്നാണ് കിട്ടുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഐയും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഐയും ക്യാൻസൽ ആയിട്ട് പോയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുക. R equivalent is equal to R1 plus R2 plus R3. സോ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇത്രയും വരെ എഴുതിയിട്ട് നമ്മുടെ ഈ ഇവിടെ വീടേക്ക് നമ്മൾ I ഇൻറ്റു R എന്ന് എഴുതണം ഈ LHSൽ. എന്നിട്ട് ഇക്വേഷൻ എഴുതാം, എങ്കിലേ ക്യാൻസൽ ആയി പോകുന്നത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ I ഇൻറ്റു R ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? I ക്യാൻസൽ ആയി പോകും. മിച്ചമുള്ള എന്താണ്? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അതിനകത്ത് മറ്റേ V തൊട്ട് എഴുതണോ അതോ V ഈസ് ഈക്വൽ ടു V1 തൊട്ട് എഴുതണോ അതോ പൊക്കം തൊട്ട് എഴുതണോ? ഇവിടെ മുതൽ എഴുതിയാൽ മതി. ആദ്യം ഐയുടെ ഇക്വേഷൻ എഴുതുക. I കഴിയുമ്പം വിയുടെ കാര്യം എഴുതുക. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം IR ആണ്. അതിന്റെ ഇതിന്റെ സെക്കൻഡ് ഇക്വേഷൻ എഴുതുക. IR ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. ആൻഡ് അവിടെ നിന്ന് I കോമൺ എടുക്കുക, ഐനെ ക്യാൻസൽ ആക്കുക, ആറിന്റെ ഇക്വേഷൻ എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 റെസിസ്റ്ററിന്റെ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് അല്ലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവരെ 3 പേരെ പ്ലസ് ചെയ്തു. ഇവരുടെ 3 പേരുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആയിരുന്നെന്ന് ഓർക്കുക, ഒരേ വാല്യൂ ആയിരുന്നെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു R ചെയ്താൽ മതി അല്ലേ, അതായത് 3R. അങ്ങനെയാണെങ്കിൽ നമുക്ക് N റെസിസ്റ്റൻസ് ഉണ്ട്. N റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു N ഇൻറ്റു R എന്നായിരിക്കും. N ഇൻറ്റു R. ഈ ഇക്വേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു R. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവിടെ 3 എണ്ണേ ഉള്ളൂ, 3 എണ്ണത്തിന് 3 ഇൻറ്റു R എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ N നമ്പർ ഉണ്ടെങ്കിൽ N ഇൻറ്റു R ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. R equivalent is equal to N into R for N number of resistors. For N number of resistors, R equivalent is equal to N into R. So നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇത്ര നമ്പർ റെസിസ്റ്റൻസ് ഉണ്ട്,
അങ്ങനെയുള്ള കേസിലായിരിക്കും. അപ്പൊ ഇത്ര നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, എന്നിന്റെ സ്ഥലത്ത് 6 ഇട്ട് കൊടുത്താൽ മതി. എന്നിന്റെ സ്ഥലത്ത് ആ ഒരു വാല്യൂ, തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും വരെ എഴുതിയോ കിച്ചു? എഴുതി. അടുത്താണ് പാരലൽ കണക്ഷൻ. എന്തോ ഇത് ഡെറിവേഷൻ അല്ലേ? ഇല്ല, ഇവിടെ ജസ്റ്റ് ഇക്വേഷൻ അങ്ങ് പറഞ്ഞു പോകുന്നു, ഡെറിവേഷൻ ഒന്നും ഇല്ല. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും സ്കൂളിൽ ഇങ്ങനെ ഡെറിവേഷൻ ആയിട്ട് പറഞ്ഞു തോന്നുന്നതാ. അത് കപ്പാസിറ്ററില്ല. അതിനകത്തല്ലേ? കപ്പാസിറ്ററിൽ നമ്മൾ സെയിം, കഴിഞ്ഞ പാഠത്തിലും ഇതേ സംഭവം തന്നെ. ഇനി ഡെറിവേഷൻ ചോദിച്ചാലും ഈ സ്റ്റെപ്പുകൾ ഇതേ സെയിം അതേപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ പാരലൽ കണക്ഷന്റെ കാര്യമാണ്. പാരലൽ കണക്ഷന്റെ കാര്യം നോക്കിക്കേ. പാരലൽ എന്ന് പറയുമ്പോൾ നിരയായിട്ട് ഇങ്ങനെ താഴത്തേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 റെസിസ്റ്ററിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, R1, R2, R3. ആൻഡ് ഇതിന്റെ എൻഡിനെ നമ്മളൊരു സെല്ല് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ V വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനലിൽ +V വരും, നെഗറ്റീവ് ടെർമിനലിൽ 0 ആയിരിക്കും. ഈ +V വോൾട്ട് എവിടെയാണ്? ഇവിടെ എത്തുമ്പം 3 സ്ഥലത്തും V ആയിട്ട് തന്നെയാണ് ചെല്ലുന്നത്. അതായത് വോൾട്ടേജിന് സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നില്ല, പകരം ആർക്കാണ് അവിടെ സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നത്? ഐക്കായിരിക്കും. I ആയിരിക്കും 3ഇടത്തേക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഇവിടെ എത്തുന്നത് I1 കറന്റ് ആയിരിക്കും, രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ എത്തുന്നത് I2 കറന്റ് ആയിരിക്കും, മൂന്നാമത്തെ റെസിസ്റ്റൻസിൽ എത്തുന്നത് I3 കറന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പം നമ്മുടെ ഈ ഒരു പാരലൽ കണക്ഷനിൽ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക? ആരാണ് ഗൗതം പാരലൽ കണക്ഷനിൽ കോൺസ്റ്റന്റ്? വോൾട്ടേജ് ആയിരിക്കും. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ പാരലൽ കണക്ഷനിലെ കോൺസ്റ്റന്റ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? V ഈസ് കോൺസ്റ്റന്റ്. V വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത ഐയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഐ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഒരു കണ്ടക്ടറിൽ നിന്ന് 3ആയിട്ട് ഇവർ സ്പ്ലിറ്റ് ആകുവാണ്. സോ അവിടുത്തെ എഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? I is equal to I1 plus I2 plus I3 ആണ്. എഫക്റ്റീവ് കറന്റ് I is equal to I1 plus I2 plus I3. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം അർജുൻ? I is equal to V is equal to IR ആണ്. അവിടെ നമ്മൾ ഐഡി ഇക്വേഷൻ എടുക്കുന്നു. ഐഡി ഇക്വേഷൻ എങ്ങനെ വരും? I is equal to V by R1 plus R2 plus V by R2 plus V by R3. ഓക്കെ, V by R എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഐക്ക് ഈ V by R എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? V by R is equal to, പൊട്ടൻഷ്യൽ സെയിം ആണ്, സോ V by R1 plus V by R2 plus V by R3. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആരെ ക്യാൻസൽ ആക്കാം? V ക്യാൻസൽ ആക്കാം, അപ്പം കോമൺ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ചേച്ചി സ്ക്രീൻ പോയി. സ്ക്രീൻ പോയോ? എനിക്ക് കാണുന്നില്ല. നിങ്ങക്ക് കാണുന്നില്ലേ? ബാക്കിയുള്ളവർക്ക് കാണാവോ? ഞാൻ മാറ്റിയിട്ടില്ല സ്ക്രീൻ. കാണത്തില്ലേ? എന്ത് റേഞ്ചിന്റെ വിഷയം വരും, വന്നോളൂ. മാറ്റിയിട്ടില്ല. ഓഡിയോ മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ. ആണോ? തിരിഞ്ഞില്ല, കുഴപ്പമില്ല. ഇത്ര ഇക്വേഷൻ വരെ എഴുതിയെടുത്തോ? ഇല്ലില്ല ചേച്ചി, അവൻ പറഞ്ഞ ഒന്നുകൂടെ അത് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടിപൊളി. ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ കാണാവോ? ഇല്ല. ഇല്ലേ? ഞാൻ റേഞ്ചിൽ ഇഷ്യൂ ആണ്, റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ്.
നിങ്ങൾ ഞാൻ പറയണത് നിങ്ങൾ എവിടം വരെ എഴുതി? I is equal to I1 plus I2 plus I3 വരെ എഴുതിയോ? എഴുതിയോ? ഐക്ക് നമ്മൾ V by R ഇട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? V by R is equal to V by R1 plus V by R2 plus V by R3. ഇനി എന്ത് ചെയ്യണം? V യെ കോമൺ എടുത്ത് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3.